everyone, welcome back to Xylem Learning. Arunima Miss ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എസെൻസ് ഓഫ് ചേഞ്ച് മാറ്റത്തിന്റെ പൊരുൾ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഒരുപാട് ദിവസമായി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ ആളുകൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ മാറ്റത്തിന്റെ പൊരുൾ. കുറേ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതേസമയം തന്നെ കുറേ അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇത്തിരി ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ ആപ്റ്റായിട്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും മക്കൾക്ക് ചിലപ്പോൾ ഒരു തെറ്റ് പറ്റാവുന്ന ഒരു ഏരിയ ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാനാണ് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സംശയങ്ങളെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ ദാ ഇവിടെ മിസ് തന്നിരിക്കുന്ന ഒരു ചിത്രം ശ്രദ്ധിക്കണേ. എന്താണ് ചിത്രം? ഇവിടെ മിസ് ഒരു സ്പൂണിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര മിസ് ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങി. അതായത് ചൂടാക്കി കുറച്ച് കഴിയുമ്പോൾ അല്ലെ പഞ്ചസാരക്ക് തീ പിടിച്ചു. അത് ഏകദേശം ഇങ്ങനെ കരിക്കട്ട പോലെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇതാ നോക്കിക്കേ, ഇവിടെ പഞ്ചസാരക്ക് സംഭവിച്ച കളറിന്റെ വ്യത്യാസങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വെള്ള കളറുള്ള ആള് മഞ്ഞയായി, ഓറഞ്ചായി, ചുവപ്പായി, അവസാനം ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ പഞ്ചസാരയിൽ നിന്ന് അവസാനം കിട്ടിയത് എന്താണ്? കരി പോലത്തെ ഒരു പദാർത്ഥമാണ് അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. എങ്കിൽ ഈ മാറ്റം ഏത് തരം മാറ്റമാണ്? രാസമാറ്റം, കെമിക്കൽ ചേഞ്ച് ആണോ അതോ ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഞ്ചസാരയും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കരിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അല്ലെ. നമുക്ക് നോക്കിയാൽ പോലും മനസ്സിലാവില്ല ഇതെന്താ എടുത്തിരിക്കുന്നതെന്ന്. അപ്പൊ മൊത്തത്തിൽ ആ വസ്തുവിന് തന്നെ ഒരു മാറ്റം സംഭവിച്ചു. അതൊരു പുതിയ വസ്തുവായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. The process in which substance changes into new substance by absorbing or release of heat അല്ലെങ്കിൽ energy is termed as chemical change. Chemical change is a permanent change അല്ലെ. അതെന്താണ്? ഒരു പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആണെന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? സംശയങ്ങൾ എന്തേലും ഉണ്ടോ? വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം. അപ്പൊ കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ അല്ലെ, അബ്സോർബിങ് ഓർ റിലീസ് ഓഫ് എനർജി എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്, പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. എങ്കിൽ എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്നുള്ളത് നമുക്ക് നോക്കണം. ഇതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ തന്നെ പറയാം. അതായത് സോളിഡ് ഉണ്ട്. ഒരു സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഐസ് ഞാൻ കുറച്ചു നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഐസ് എന്താവും? വെള്ളമായിട്ട് മാറും. ഈ വെള്ളം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാനൊരു ബർണറിൽ എടുത്ത് വെച്ചു, ഗ്യാസ് ബർണറിൽ എടുത്ത് വെച്ചാൽ വെള്ളം ഇങ്ങനെ ചൂടായി നീരാവിയായിട്ട് മാറും. അപ്പൊ നോക്കിക്കേ നിങ്ങൾ, നമ്മുടെ കയ്യിലുള്ള വെള്ളം തന്നെയാണ് നീരാവിയായിട്ട് മാറുന്നത്. ഇതേ നീരാവിയെ ഞാൻ കുറച്ചു നേരം തണുപ്പിച്ച് കഴിഞ്ഞാൽ അല്ലേ, ആള് വീണ്ടും എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും. ഈ വെള്ളത്തിന് ഞാൻ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചാൽ ഐസ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ നടക്കുന്ന മാറ്റങ്ങളൊക്കെ തന്നെ അല്ലെ താൽക്കാലികമായിട്ടുള്ള മാറ്റങ്ങളാണ്. എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പുതിയതായിട്ടൊരു സാധനമൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഒരു പേപ്പർ ഞാൻ കീറുകയാണെങ്കിൽ പേപ്പറിന്റെ അവസ്ഥയിൽ മാറ്റം വന്ന്, അതായത് അതിന്റെ ഷേപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്, അതിന്റെ ആകൃതിയിൽ മാറ്റം വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അതിന്റെ വലുപ്പത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ മാറ്റങ്ങൾ മാത്രം, അതിന്റെ ഫിസിക്കൽ കാര്യങ്ങളിൽ മാത്രം മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അത്തരം ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഭൗതിക മാറ്റം എന്ന് പറയുക. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കേ നിങ്ങൾ, മെൽറ്റിംഗ് ഓഫ് ഐസ്, ബോയിലിംഗ് വാട്ടർ, വെള്ളം ചൂടാവുന്നത്, ബ്രേക്കിംഗ് ഗ്ലാസ്, ഫോൾഡിംഗ് പേപ്പർ, ബ്രേക്കിംഗ് എഗ് അല്ലെ. എഗ്, മുട്ട നമ്മൾ പൊട്ടിച്ചു, അതെന്താണ്? ഫിസിക്കൽ ചേഞ്ച്. എന്നാൽ മുട്ട ഉണ്ടാക്കി നമ്മൾ ഒരു ഓംലേറ്റ് ആണ് ഉണ്ടാക്കുന്നെങ്കിൽ അതെന്തായി മാറി? പുതിയ വസ്തു അല്ലേ. അതെന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. ചോപ്പിംഗ് വുഡ് നമ്മൾ കഷ്ണാക്കുന്നു. ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായോ? അപ്പൊ കെമിക്കൽ ചേഞ്ചിനും ഫിസിക്കൽ ചേഞ്ചിന്റെയും എക്സാമ്പിൾ ചോദിക്കും. അതേപോലെ തന്നെ രണ്ടിനെയും ഇങ്ങനെ കോളങ്ങളാക്കിയിട്ട് എഴുതാനും ചോദിക്കും. ഇപ്പൊ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ചേഞ്ചസ് ആർ മോസ്റ്റ്ലി റിവേഴ്സിബിൾ, അതായത് പഴയ രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം.
അതിനെയാണ് കേട്ടോ റിവേഴ്സിബിൾ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കെമിക്കൽ ചേഞ്ചസ് ആർ നോട്ട് റിവേഴ്സിബിൾ, അതായത് നമുക്ക് വീണ്ടും തിരിച്ച് പഴയ കോലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പൊ കരിയായി പോയ പഞ്ചസാരേനല്ലേ തിരിച്ച് നല്ല വെളുത്ത പഞ്ചസാരയാക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ്, ഫിസിക്കൽ ചേഞ്ചിൽ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല, എന്നാൽ കെമിക്കൽ ചേഞ്ചിലാകുമ്പോൾ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ദ സബ്സ്റ്റൻസ് റീറ്റെയിൻ ഇറ്റ്സ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ ചേഞ്ചിൽ അല്ലെ ഫിസിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം തന്നെയായിരിക്കും. എന്നാൽ കെമിക്കൽ ചേഞ്ചാ നടന്നെങ്കിൽ ആദ്യത്തെ വസ്തുവിന്റെയും പുതിയ വസ്തുവിന്റെയും അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ സംശയമുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് ഒറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അൺടിൽ ദെൻ ബൈ ബൈ.